എല്ലാവർക്കും നമസ്കാരം. പുതുവത്സരം കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ സ്റ്റേജുകൾ തുടങ്ങിയതിനകത്തുള്ള പ്രാഥമിക വേദികളിൽ ഒന്ന് തന്നെ നിയമസഭയിലായതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ പണ്ടൊക്കെ കേൾക്കുന്നത് നിയമസഭയിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് കൈയടിച്ചുകൊണ്ടാണ്, മേശയിലടിച്ചുകൊണ്ടാണെന്നൊക്കെയാണ് എൻ്റെ കൂട്ടുകാലതൊക്കെ കേട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളിപ്പോഴും ഈ കൈയടിക്ക് GST ഏർപ്പെടുത്തിയൊരു ഫീൽ എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. ശരിക്കും അതിന് GST ഏർപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് അടിക്കാവുന്നതാണ്. എത്ര അടിച്ചാലും ഇത് തീർന്നു പോകുന്ന സാധനമല്ല. ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ വ്യായാമങ്ങളിലൊന്നാണ് കൈയടി എന്ന് പറയുന്നത്. ഇത് സൂക്ഷിച്ചു വെച്ച് അടുത്ത നിയമസഭയുടെ വാർഷികത്തിന് അടിക്കുക, അല്ലെ പുസ്തകോത്സവത്തിന് അടിക്കുക എന്ന് ആരും വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കുക, ചിരിക്കുക, സന്തോഷിക്കുക. എല്ലാ ദിവസവും ഇങ്ങനത്തെ പരിപാടികളുമായിട്ട് നമ്മൾ ഇരിക്കാറില്ല, കാണാറില്ല, കൂടാറില്ല. അപ്പോൾ കൂടുന്ന ഈ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം ചിറ്റൻ സാറ് പറയുന്നത് കേട്ടു, ഈ ജീവിതത്തിലെ ഒരു ടെൻഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടു. അതിപ്പം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ബസ്സിലേക്ക് ഇരിക്കുമ്പം ഫ്രണ്ട് സീറ്റിൽ ചില പിള്ളേർ, അമ്മമാരിങ്ങനെ കുട്ടികളെ എടുത്തിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമല്ലോ. പണ്ടൊക്കെ പിള്ളേരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കൊരു ചിരി വരുമല്ലോ. ഇപ്പോൾ ഒരു 1.5 വയസ്സുള്ള കൊച്ചിൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കിയാൽ തന്നെ ഭയങ്കര സീരിയസാ, ഭയങ്കര ഗൗരവമായിട്ട് അമ്മയുടെ തോളത്ത് ഇടുന്നത് നമ്മളിങ്ങനെ നോക്കണതാണ്. ദൈവമേ, ഞാൻ ഇവിടെയാണോ ജനിച്ചത് എന്നൊക്കെ ഉള്ള പോലെ നോക്കുന്നതാണ്. അങ്ങനെ ലോകം മൊത്തത്തിൽ അകാരണമായി സീരിയസ് ആയിട്ട് നിൽക്കുന്നൊരു സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ഒത്തുകൂടുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. ഒത്തുകൂടാൻ കഴിയുന്നത്, ഒപ്പം ഇരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ജാതി, മത, വർണ്ണ, വർഗ, ദേശ, കാല, ഭാഷ, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുകയും പാട്ട് കേൾക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അതിനവസരമൊരുക്കുന്ന, അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ അഖേദവുമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. കാരണം ഈ ഒത്തുകൂടലുകൾക്ക് അപ്പുറം പലപ്പോഴും നമ്മൾ ഈ തുറന്നിട്ട ജയിലുകളാണ് സത്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് പെട്ടിരിക്കുകയാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിചാരം ലോകം നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുകയാണെന്നാണ്. പക്ഷെ നമ്മൾ ശരിക്കും തൊട്ടടുത്തുള്ള പല കാര്യങ്ങളും അറിയുന്നില്ല. ലോകകാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുറന്നിട്ട ജയിലുകൾ എന്ന് പറഞ്ഞത്. അത് നമ്മളെ അത്രയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ പോലും ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറേയധികം ആളുകൾ പരിപാടി കാണുന്നുണ്ട്. പണ്ടൊക്കെ അങ്ങനെയാണ്, ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കും, നിങ്ങളത് കാണും. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കും, ഞങ്ങളിത് കണ്ടോണ്ടിരിക്കുകയാണ് എന്ന് കണ്ടോണ്ടിരിക്കുന്നവർ വേറെ ആയിരക്കണക്കിന് ആൾക്കാരെ ലൈവ് വിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. മൊബൈൽ ഫോൺ പൊക്കി പിടിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് പലരും ഇത് കണ്ടോണ്ടിരിക്കുന്നത്. അത് കുറെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. തൃശ്ശൂര് പൂരപ്പറമ്പിൽ ചെന്ന് 50 ആന നിരഞ്ഞു നിൽക്കുന്നതിന്റെ മുന്നിൽ ചെന്ന ശേഷം ഈ 8 ഇഞ്ചിന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിനകത്തൂടെ തന്നെ ഈ ആനകളെ നോക്കി നിൽക്കുന്നവരെ കാണാം. വള്ളംകളി നടക്കുന്ന കായലിന്റെ സൈഡിൽ ചെന്ന് നിന്നിട്ട് ഇത്രയും വള്ളങ്ങൾ പോകുമ്പോൾ അതിനടുത്ത് ചെന്ന് നിന്നിട്ട് ഇത് പൊക്കി പിടിച്ചിട്ട് ഇതിനകത്തൂടെ നോക്കി നിന്ന് ഇങ്ങനെ നോക്കുന്നത് നമ്മൾ കാണാം. അപ്പോ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ, ഉറങ്ങി എണീറ്റ ഉടനെ എല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ നമ്മൾ ഈ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുകയാണ്, അതിന്റെ പുറകെ നടക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അതൊക്കെ താത്തി വെക്കുക. അതുകൊണ്ടാണ് പലർക്കും കൈയടിക്കാൻ പറ്റാത്തത്. കാരണം കൈയടിച്ചാൽ മൊബൈൽ ഫോൺ അതിന്റെ ഇടയിൽ ഇരുന്ന് പൊട്ടിപ്പോകും. ഇപ്പോ വേദിക പുറകിൽ നിന്നപ്പോ 2 ഏട്ടന്മാർ വന്നു. 2 ഏട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുത്തോളാൻ പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അവർ തമ്മിൽ ചെറിയ, നീ എടുക്ക്, ഞാൻ എടുക്കാം, നിന്റേലെടുക്ക്, എന്റേലെടുക്കാം. എന്താന്ന് വെച്ചപ്പോ ഈ പുള്ളി പറഞ്ഞു, അവന്റേന്ന് പറഞ്ഞാൽ 17, എന്റെ ഐഫോണിന്റെ 16. അപ്പൊ ഞാൻ അമ്മാവൻ മരിച്ചു 16 കേട്ടിട്ടുണ്ട്. ഐഫോണിന്റെ 16 ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുമോ, ഇതുവരെ കേട്ടിട്ടില്ല. ആ പുള്ളിയുടെ 17 ഫോൺ. അപ്പൊ അതില് ഞാനും പുള്ളിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോ ബാക്കിലൊരു വേറെ 2 സ്ത്രീകളൊക്കെ അറിയാതെ ആ ഫോട്ടോയിൽ വന്ന് പെട്ടു. ഇതിൽ വന്ന് പെട്ടതോടുകൂടി ഈ അയ്യോ ഇതിനകത്ത് വേറെ 2 പേര് പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ എടുത്ത പുള്ളി പറഞ്ഞു, അതൊക്കെ ഇപ്പൊ പുതിയ 17-നകത്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വട്ടം വരച്ചിട്ട് എന്തോ ഞെക്കിയതാണ്. ആ 2 പേരും ഞാനും മാഞ്ഞുപോയി. എടുത്തവൻ മാത്രം ഒറ്റയ്ക്ക് നിപ്പുണ്ട് അതിനകത്ത്. എന്നിട്ട് ഇവനും അവനും കൂടെ അപ്പോഴേ പറഞ്ഞ 16 എടുത്താൽ മതി, നിന്റെ 17 കാരണമെന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് പോയി. ശരിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിനെ നോക്കിയപ്പോൾ എയർപോർട്ട് 2 ചെവിയിൽ വെച്ചിട്ടുണ്ട്, അതിനൊരു 50,000 രൂപ വരും. കയ്യിലൊരു ആപ്പിളിന്റെ വാച്ച് ഉണ്ട്, അതിനൊരു 50,000 രൂപ വരും. ഒരു 256 GB 17 ഫോൺ ഇരിപ്പുണ്ട്, അതിനൊരു 1.25 ലക്ഷം രൂപ വരും. എങ്ങനെ പോലും ഒരു 2-2.25 ലക്ഷം രൂപയുടെ ആപ്പിളിന്റെ പ്രൊഡക്ട്സ് പുള്ളിയുടെ ശരീരത്തിൽ തൂങ്ങിക്കിടപ്പുണ്ട്. നമ്മള് കാശ്മീരൊക്കെ ചെന്നിട്ട് ആപ്പിളിന്റെ മരം കാണുന്ന പോലെയാ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ. മൊത്തം ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ആണ് മേത്ത് മുഴുവൻ. അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഏതാന്ന്. അപ്പൊ തന്നെ എഴുതി വന്നു ആപ്പിൾ ജ്യൂസ്. അതാവുമ്പോൾ 20 രൂപ തൊട്ട് സാധനം കിട്ടും. ഇത്രയൊന്നും മുടക്കേണ്ട ആവശ്യകതയൊന്നും അതിനകത്തില്ല. അത്രയധികം ആപ്പിളിന്റെ സാധനങ്ങൾ. അപ്പൊ പെട്ടെന്ന് പുള്ളിയുടെ വാച്ചിൽ നിന്ന് ടൂ എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ചു, എന്താ ഏട്ടാ? പുള്ളി പറയണേ, അത് വെള്ളം കുടിക്കാനുള്ള അലർട്ട് വന്നതാണ്. എന്റെ മോന് 3 വയസ്സേ ഉള്ളൂ. അവനറിയാൻ ദാഹിച്ച വെള്ളം ചോദിച്ചു മേടിച്ചു കുടിക്കാൻ.
ഈ പുള്ളിക്ക് മാത്രം വാച്ചിൽ അലർട്ട് വന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ. പട്ടിക്കും പൂച്ചയ്ക്കും കഴുതയ്ക്കും വരെ അറിയാം വെള്ളം കുടിക്കാൻ, പക്ഷെ ഇതിനകത്ത് അലർട്ട് വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഇരിക്കുക പുള്ളി. എന്റെ പേടി അതല്ല, എങ്ങാനൊരു 2 ദിവസം കറണ്ട് ഇല്ലാണ്ട് ഈ വാച്ചിന്റെ ബാറ്ററി തീർന്നു പോയാൽ ഈ പുള്ളി വെള്ളം കിട്ടാണ്ട് ചത്തുപോകല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു വലിയ ടെൻഷൻ. ഫോൺ നമ്മളെ അത്രയധികം ടെൻഷൻ ഉണ്ടാക്കി കണ്ടെന്നേ. ഇപ്പം നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയാനുണ്ട്, ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊരു തലമുറയാണ്, നിങ്ങളൊക്കെ ഭയങ്കര സുഖിക്കുന്ന ഒരു തലമുറയാണെന്ന്. എല്ലാ അച്ഛനമ്മമാരും ഇത് പറയാറുണ്ട്, പക്ഷെ സത്യത്തിൽ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ നമ്മുടെ ഫോണിൽ കുറെ ആപ്പുകളുണ്ട്, അതിൽ എത്രയോ പാസ്വേഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, ഓർത്ത് വെക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ പൈസ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നമുക്കത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എന്തിനാണ് സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെ ഒക്കെ ആപ്പിന് പാസ്വേഡ്? നമ്മൾ ഓർഡർ ചെയ്യുന്ന 2 പൂരി ഒരു കിഴങ്ങ് കറിയും ഇത് ഹാക്ക് ചെയ്ത് കട്ടുകൊണ്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളം നമ്മുടെ നാട്ടിലുണ്ടോ? പക്ഷെ ഇതിന് ഇവരൊരു പാസ്വേഡ് വെക്കും. ഈ പാസ്വേഡ് വെച്ചതിന്റെ എല്ലാ സ്ഥലത്തും അതിന്റെ തൊട്ട് താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഇവര് തന്നെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. കാരണം ഇവർക്കറിയാം നമ്മളിത് മറന്നു പോകുന്നു. പണ്ട് അലാറത്തിന് ഈ സ്നൂസ് ഇല്ലല്ലോ. ഇപ്പൊ അലാറം സ്നൂസ് ചെയ്യും. നമ്മൾ 5 മണിക്ക് അലാറം വെച്ച് 10 മിനിറ്റിന്റെ സ്നൂസ് വെച്ചാ 10 മണി വരെ കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ് നമ്മൾ മറന്നുപോയി പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും ദിസ് ഈസ് ടു ഈസി. അവനാ തീരുമാനിക്കുന്നത് നമുക്ക് പാസ്വേഡ് ഈസി ആണെന്ന്. നമ്മൾ അടിച്ചു തുടങ്ങി, നമ്മുടെ മക്കളുടെ പേര് തീർന്നു, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തീർന്നു, പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും 2 ക്യാപിറ്റൽ ലെറ്റർ കയറ്റിയാൽ നല്ലതാണ്, അത് കയറ്റി. 2 ചിഹ്നം കയറ്റിയാൽ നല്ലതാണ്, അത് കയറ്റി. 2 അക്കം കയറ്റിയാൽ നല്ലതാണ്, അത് കയറ്റി. 12 അക്കങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു, അത് കയറ്റി നമ്മൾ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവർ തന്നെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം വരും, യു ആർ നോട്ട് എ റോബോട്ട്, അത് ഞെക്കാൻ. ഇത് മനുഷ്യനായോണ്ടല്ലേ മറന്നു പോകുന്നത്, റോബോട്ടാണെങ്കിൽ മറന്നു പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അത് ഞെക്കും. അത് കഴിയുമ്പോൾ കാപ്ച എന്ന് പറഞ്ഞൊരു സാധനം വരും. ടി ഇങ്ങനെ നിൽക്കുന്നു, കെ ഇങ്ങനെ നിൽക്കുന്നു, ഈ സാധനം വരും. ഇത് ടൈപ്പ് ചെയ്ത് കയറ്റും. ഇത് ടൈപ്പ് ചെയ്ത് കയറ്റി കഴിയുമ്പോൾ പറയും ഒരു OTP അയച്ചിട്ടുണ്ട്, അതടിച്ച് കയറ്റാൻ. എന്നിട്ട് റോക്ക് ടിക്കറ്റ് വിക്ഷേപണം പോലെ കൗണ്ട് ഡൗൺ തുടങ്ങും. 50, 49, 48, 47, 46. നമ്മൾ നോക്കിയിരിക്കുന്നു, OTP വന്നിട്ടില്ല, ടെൻഷൻ. 30, 29, 28, 27, 26, OTP വന്നിട്ടില്ല, ടെൻഷൻ. 20, 19, 18, 17, OTP വന്നിട്ടില്ല, ടെൻഷൻ. 10, 9, 8, 7, 6 ഓടി ചെല്ലുന്നു, റീസെന്റ് OTP നടിക്കുന്നു. 2 OTPയും കൂടെ ഒന്നിച്ചു വരുന്നു. ഇത്രയൊന്നും ടെൻഷൻ എന്റെ അച്ഛൻ അടിച്ചിട്ടില്ല. പുള്ളിക്ക് VIP-യുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, 3 അക്കമുള്ള ഒരു ലോക്ക് ഉണ്ടായിരുന്നു. ഇതും മറന്നു പോകാതിരിക്കാൻ പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ച ആളാ എന്റെ അച്ഛൻ. ഈ പുള്ളിയാ പറയുന്നത് ഞാനൊക്കെ ഭയങ്കര സുഖമായിട്ടാ ജീവിക്കുന്നതെന്ന്. മാത്രമല്ല ഫോട്ടോ എടുപ്പ് ഇപ്പൊ നമുക്ക് വലിയ ഒരു തലവേനയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാര്യയുടെ ഒക്കെ കൂട്ടത്തിൽ എവിടെയെങ്കിലും പോയാൽ എന്റെ പണി ഫോട്ടോ എടുപ്പ് എന്നുള്ളതാണ്. നമ്മൾ ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്താൽ തന്നെ ഇവൾ അപ്പൊ തന്നെ ബാലരമയിലൊക്കെ പണ്ടൊരു മത്സരം ഉണ്ടല്ലോ, ഈ ചിത്രത്തിലെ 10 തെറ്റുകൾ കണ്ടുപിടിക്കുക എന്ന്. അതുപോലെയാ എടുത്തു കൊടുത്ത ഉടനെ അതിനകത്ത് മുന്താണി കണ്ടില്ല, ഹാൻഡ് ബാഗ് കണ്ടു, ഹീല് കണ്ടു, മറ്റേത് കണ്ടു, ഏട് വീണ്ടും എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടെടുക്കും. ഇവളും സെൽഫി എടുക്കും. ഒരു 10 സെൽഫി എടുത്തിട്ട് ഒരു 9 എണ്ണം മായ്ച്ചു കളയും. ഈ മായ്ച്ചു കളയുന്ന 9 എണ്ണത്തിനകത്താണ് ഇവളുടെ യഥാർത്ഥ മുഖം. ഇവള് ഏതൊക്കെയോ ആപ്പിൽ കൂടെ കയറ്റി ഇറക്കി ഈ ഫോട്ടോ ഇങ്ങ് പുറത്തേക്ക് വരുമ്പം രശ്മിക മന്ദാനയുടെ ചായ എന്റെ ഭാര്യയ്ക്ക്. ഞാൻ തന്നെ ഒരു ദിവസം ഇങ്ങനെ തട്ടിയിട്ട് അറിയാണ്ടൊരു ലൈക്ക് കൊടുത്തുപോയി. നോക്കുമ്പോൾ സ്വന്തം ഭാര്യ. പിന്നെ ഞാൻ ലൈക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെടുത്തു, വേറെ വഴിയില്ല. അത്രയും ആപ്പ് വഴി ഇത് കയറ്റി ഇറക്കി വിടുക സാധനങ്ങൾ ഇതിനകത്തൊക്കെ. ഒരു ദിവസം ഫോട്ടോ എടുക്കാൻ ചെന്ന് നിന്നപ്പോ ഇവള് പറഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു നേരെ നിൽക്കും, നിന്റെ ഫോട്ടോ എടുക്കാം. വേണ്ട ഞാൻ ചെരിഞ്ഞ് നിൽക്കാം. ഞാൻ പറഞ്ഞു നീ നേരെ നിൽക്ക്. വേണ്ട ഞാൻ ചെരിഞ്ഞ് നിൽക്കാം. ഞാൻ വെച്ചാൽ എന്താ ചെരിഞ്ഞ് നിൽക്കുന്നത് വെച്ചപ്പോൾ ഇവള് പറയാണ് ഇവളുടെ റൈറ്റ് പ്രൊഫൈൽ, ഇവളുടെ വലതുവശമാണ് ഇടതുവശത്തേക്കാൾ കാണാൻ നല്ലത്. കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലമായി. ഇവളുടെ ഇടതുവശം കാണാൻ കൊള്ളുകയില്ല എന്നുള്ളത് ഈ ഫോട്ടോ എടുത്ത ദിവസമാണ് എനിക്ക് മനസ്സിലായത്. മാത്രവുമല്ല, ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് മിണ്ടാൻ ഒരു സമയം തരികയല്ലേ, ആ സമയത്ത് അവൾ ഇങ്ങനെ നിന്നേച്ചത്. വലിയൊരു ചതി അന്ന് ഞാൻ പിടിച്ചു. രാത്രി ഞാൻ ഇവളുടെ ഇടതുവശത്താണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ കിടക്കുമ്പോൾ വേറെ ആരോ കിടക്കുന്ന പോലൊരു തോന്നല്. അതുകൊണ്ട് മാറുകയാണ്, വലതുവശത്തേക്ക് കിടത്തം മാറ്റി. വലിയ പാടാ. കിടക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം പിള്ളേർക്കൊക്കെ ഇപ്പൊ സ്കൂൾ വെളുപ്പിന് 5 മണിക്കും 7 മണിക്കും ഒക്കെയാ. ഗുരുവായൂർ മേൽശാന്തി എന്റെ പിള്ളേർ ഒന്നിച്ച് എണീക്കുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവള് പറഞ്ഞു നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇവന്മാർ 9 മണിക്ക് കിടന്നുറങ്ങുന്ന പിള്ളേരാ, അല്ലെങ്കിൽ 12 മണി വരെ നിങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവന്മാര് നിങ്ങൾ പോയി ഹോളിലെങ്ങാനിരിക്കും, ഇവൻ ഉറങ്ങുമ്പം ഞാൻ വിളിക്കാം, വെറുതെ നിങ്ങൾ വിട്ടിരുന്നാൽ ഇവൻ ഉറങ്ങൂല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഹോളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഹോളിൽ പോയി കാത്തിരുന്നു. 10 മണിക്ക് പോയിരുന്ന ഞാനാണ്. 12 മണി വരെ ഒരു അറിവുമില്ല. 12 മണിയായപ്പോൾ ഞാൻ അവക്കൊരു മെസ്സേജ് വിട്ടു, അവൻ ഉറങ്ങിയോ, ഞാൻ വരട്ടെ എന്ന്. അപ്പൊ ഒരു മറുപടി വന്നു, അമ്മ ഉറങ്ങി, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ഉപദ്രവമുണ്ട് ഈ സാധനം കൊണ്ട്. ഇത് ഇന്ന് പറഞ്ഞാൽ തീരുന്നതല്ല. നമുക്ക് സമയത്തിന് വലിയ പരിമിതിയുണ്ട്. സമയം വളരെ വിലപ്പെട്ടതാണ്.
തിരിച്ചു കിട്ടാത്ത സാധനങ്ങളുടെ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അങ്ങനെ ചിന്തിക്കുമ്പം അതിലൊന്നാണ് ഈ സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ സമയത്തെയും ഞാൻ മാനിക്കുന്നു. തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.